അരിത്തമെറ്റിക് സീക്വൻസിൽ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇവിടെ നമുക്കൊരു പിരമിഡ് തന്നിട്ടുണ്ട്. 4, 7, 10, 13, 16, 19, 22, 25, 28, 31. Write the next two lines of the pattern above. Calculate the first and last term of the 20th line. മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത വരികൾ എഴുതുക. 20ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. ഓക്കെ, അപ്പൊ ഈ അടുത്ത വരി കാണിച്ചു തരുന്നതിന് മുമ്പ് നമുക്കൊന്ന് എഴുതി നോക്കാം. 4ക്ക് 3 കൂട്ടിയാൽ 7, 7ക്ക് 3 കൂട്ടിയാൽ 10, 10ക്ക് 3 കൂട്ടിയാൽ 13, 3 കൂട്ടി പോണാണ്. അപ്പൊ അടുത്ത വരിയിലെ ഫസ്റ്റ് ടേം കാണുന്നുണ്ടെങ്കിൽ 31ക്ക് എന്ത് ചെയ്താൽ മതി? 3 കൂട്ടിയാൽ മതി. അപ്പൊ 34 കിട്ടും. ഓക്കെ, ദെൻ 3 കൂട്ടി പോയി 46. ഇനി അടുത്ത വരിയിലെ ഫസ്റ്റ് ടേം കാണുന്നുണ്ടെങ്കിൽ വീണ്ടും 3 കൂട്ടുക. അപ്പൊ 49 തൊട്ട് 64 വരെ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 20ാമത്തെ വരിയിലെ ആദ്യ പദവും അവസാന പദവും കാണാനാണ്. അപ്പോൾ 20ാമത്തെ വരിയിലെ ആദ്യ പദവും അവസാന പദവും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു പിരമിഡ് ചെയ്ത പോലെ തന്നെ ഞാൻ ഈ പിരമിഡിലെ സംഖ്യകളെ നേരെ എഴുതി 4, 7, 10, 13 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഇതിന്റെ അൽജിബ്ര കാണണം. എനിക്ക് അൽജിബ്ര കാണാൻ ഇക്വേഷൻ an+b ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസമാണ്. നമുക്കറിയാം ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3n. ഇനി n-ന് 1 കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യപദമായ 4 കിട്ടണം. പക്ഷെ ഇവിടെ എനിക്ക് കിട്ടുക 3 ആണ്. അപ്പൊ ഞാനൊരു +1 കൂടിയും കൊടുത്തു. അപ്പൊ 3n+1. ഇനി 20ാമത്തെ വരിയിലെ സംഖ്യയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. 1ാമത്തെ വരിയിൽ 1 ടേം, 2ാമത്തെ വരിയിൽ 2 ടേം, 3ാമത്തെ വരിയിൽ 3 ടേം, 4ാമത്തെ വരിയിൽ 4, 5ാമത്തെ വരിയിൽ 5, 6ാമത്തെ വരിയിൽ 6. ഓക്കെ, ഇനി നോക്കുമ്പോൾ ഈ 6 വരിയിലും സംഖ്യകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി ശ്രദ്ധിച്ചു നോക്കുക. 1ാമത്തെ വരിയിലെ ടേമുക്ക് 3 കൂട്ടിയപ്പോൾ 2ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം, 2ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം ആയ 10ലോട്ട് 3 കൂട്ടിയപ്പോൾ 3ാമത്തെ വരിയിലെ ആദ്യ പദം, 3ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേമുക്ക് 3 കൂട്ടിയപ്പോൾ 4ലെ ഫസ്റ്റ്, 4ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേമുക്ക് 3 കൂട്ടിയപ്പോൾ 5ലെ ഫസ്റ്റ്, 5ാമത്തെ ലാസ്റ്റ് ടേമുക്ക് 3 കൂട്ടിയപ്പോൾ 6ലെ ഫസ്റ്റ്. ഇനി എയിലെ ഫസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 6ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേമുക്ക് 3 കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി ഓരോ വരിയിലെയും ലാസ്റ്റ് ടേം എങ്ങനെ കാണുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നോക്കുക. ഈ 1ാമത്തെ വരിയിൽ ഒരു ടേം ആണുള്ളത്. ഈ n-ന് ഒന്ന് 1 കൊടുത്തു നോക്കിയേ. 3 × 1 1, 1 + 1 4 കിട്ടിയില്ലേ? കണ്ടോ? 4. ഇനി 2ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കാണാൻ 1 മുതൽ 2 വരെയുള്ള സംഖ്യകളെ കൂട്ടുക. അതായത് 2, 1, 3. ആ 3 ഈ n-ന് കൊടുക്കുക. അപ്പൊ 3 × 3 9, 9, 1, 10. 10 ലാസ്റ്റ് ടേം. ഇനി 3ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കാണാനോ 1 മുതൽ 3 വരെ കൂട്ടുക. 1 മുതൽ 3 വരെ കൂട്ടുമ്പോൾ 1 + 2 + 3 6 വരും. ഈ 6 ഇവിടെ കൊടുത്തു നോക്കിയാൽ 3 × 6 18, 18, 1, 19. 19. ഇനി 4ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കാണാൻ 1 മുതൽ 4 വരെ കൂട്ടുക. 2, 1, 3, 3, 3, 6, 6, 4, 10. 10 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 3 × 10 30, 30, 1, 31. ഇനി 5ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കാണാൻ 1 മുതൽ 5 വരെയുള്ള സമ്മ് 3 × 5 ആണ്. 3 × 15 ആണ്. 10, 5, 15 വരും. 3 × 15 45, 45, 1, 46. ഇനി 6 വരിയിലെ സമ്മുകളെ തുക ലാസ്റ്റ് ടേം കാണാനാണെന്നുണ്ടെങ്കിൽ 1 മുതൽ 6 വരെ 21 എന്ന് കിട്ടും. 21 × 3 63 കിട്ടും. 63, 1, 64. അപ്പോ ഈ ലാസ്റ്റ് ടേം കണ്ടു കഴിഞ്ഞിട്ട് അതിലേക്ക് 3 കൂട്ടിയാലും നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അപ്പോ 20ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം കാണണമെന്നുണ്ടെങ്കിൽ 19ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കാണണം. 19ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം കാണണമെന്നുണ്ടെങ്കിൽ 1 മുതൽ 19 വരെയുള്ളതിന്റെ സമ്മ് കാണണം. ഓക്കെ, 1 മുതൽ 19 ഇതൊരു എണ്ണൽ സംഖ്യ അല്ലേ? 19ാമത്തെ വരെ ലാസ്റ്റ് ടേം ആണെന്നുണ്ടെങ്കിൽ 1 മുതൽ 19 വരെ എണ്ണൽ സംഖ്യയാണ്. n × n+1/2. n എന്ന് പറയുന്നത് 19 ആണ്. അപ്പൊ 19 × 20/2. 20ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 20/2 ചെയ്യുമ്പോൾ 10 കിട്ടും. അപ്പൊ 190. ഈ 190നെ നമ്മൾ 3n+1 എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിൽ കൊടുത്തു. n-ന്റെ സ്ഥാനത്ത് 190. അപ്പൊ 3 × 9, 3 × 0 0, 9, 3, 27, 2 വരും. 3, 2, 5, 570. 570 + 1 571. ഇത് 19ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം ആണ് കേട്ടോ. ഇത് 19ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം ആണ്.
അപ്പൊ 20ാമത്തെ വരിയിൽ ആദ്യ പദം എന്തായിരിക്കും? ഈ 571 ഒരു 3 പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അപ്പൊ 574. ഓക്കെ, ഇനി ലാസ്റ്റ് ടേം കാണണം. അതിന് 1 മുതൽ 20 വരെയുള്ളതിന്റെ സമ്മ് കാണണം. 1 മുതൽ 10 വരെയുള്ളതിന്റെ സമ്മ് എന്ന് പറയുന്നത് 190 ആണ്. അപ്പോ 1 മുതൽ 19 വരെയുള്ളതിന്റെ സമ്മ് 190 ആണ്. അപ്പൊ 20 വരെയുള്ളതിന്റെ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ ആ 19 വരെയുള്ള സമ്മിലോട്ട് ഒരു 20 കൊടുത്താൽ പോരെ അല്ലെ? 1 മുതൽ 19 വരെയുള്ള സമ്മ് 190 ആണ്. അപ്പൊ അതിലേക്ക് ഒരു 20 കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 20 വരെയുള്ളതിന്റെ സമ്മ് കിട്ടും 210. ആ 210 നമ്മളുടെ 3n+1 ഇതാ ഇവിടെ n-ന്റെ സ്ഥാനത്ത് ഇക്വേഷൻ ഇവിടെ n-ന്റെ സ്ഥാനത്ത് കൊടുക്കുക 3n+1. അപ്പൊ 3 × 210 + 1 3 × 210 630 വരും. 630 + 1 631. ഇപ്പൊ കിട്ടിയില്ലേ 20ാമത്തെ വരിയിലെ ആദ്യ പദവും അവസാന പദവും. ഓക്കെ.